ഹലോ കൂട്ടുകാരെ, ഞാൻ ചീരയുടെ അത് പിന്നെ ഇപ്പം എടുക്കുന്ന വീഡിയോ ഞാൻ പാർട്ട് 1 ആയിട്ടും പാർട്ട് 2 ആയിട്ടും ഇടുന്നത് കേട്ടോ. കാര്യം ഞാൻ ഫോൺ അവിടുന്ന് ചീര അരിഞ്ഞുകൊണ്ടിരുന്നിടത്തുനിന്ന് ഫോണ് എടുത്ത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചീര അരിഞ്ഞ് റെഡിയാക്കി, ഇനി അതിനുള്ള അരപ്പ് റെഡിയാക്കാമെന്ന് പറഞ്ഞ് ഇവിടോട്ട് കൊണ്ടുവയ്ക്കുവേ ആ വീഡിയോ ഇതായി അങ്ങ്. അപ്പോൾ ആ വീഡിയോ ഞാൻ പാർട്ട് 1 ആയിട്ട് ഇടും. ഓക്കെ, ഇതിപ്പോൾ പാർട്ട് 2 ആയിട്ട് വിടും. അപ്പം ഞാൻ ചീരയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ പോവാം. എന്ത് ചെയ്യാനാണ്, എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആരും ദേഷ്യപ്പെടരുതേ കൂട്ടുകാരെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. കയ്യബദ്ധം പറ്റിയതാണ്. ഫോൺ ഇവിടോട്ട് ഇങ്ങനെ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് കൈ തട്ടി ആ വീഡിയോ അങ്ങ് പോയെങ്കിലും ആ വീഡിയോ പാർട്ട് 1 ആയിട്ട് ആ വീഡിയോ ഇടാൻ പറ്റും. അങ്ങനെ പാർട്ട് 1 ആയിട്ട് ഞാൻ അതിടും. ഇതിപ്പോൾ പാർട്ട് 2 ആയിട്ട് ഇടും. ഓക്കെ, ഒന്നും വിചാരിക്കില്ലേ കൂട്ടുകാരെ, എല്ലാവരുടെയും സപ്പോർട്ട് വേണേ. അതെ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിക്കും പിന്നെ അരപ്പ് തയ്യാറാക്കാൻ അരപ്പ് തയ്യാറാക്കുന്ന കാണിച്ചില്ല. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിനകത്ത് ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും തേങ്ങയും കൂടി ഇട്ടാണ് ഞാൻ ചീരത്തോരൻ വയ്ക്കുന്നത്. അങ്ങനെ കേട്ടോ, ഞാൻ ഇപ്പോൾ തേങ്ങയും കൂടി ഇട്ടിട്ട് ഇതിനകത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കും. ഓക്കെ, ശരിക്കും അരയുണ്ടല്ലോ, തോരനല്ലേ, ചതച്ചെടുത്താൽ. സോറി. പിന്നെ അപ്പം ഞാൻ ചീരത്തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പേ വെച്ചു. മീൻകറി നമ്മുടെ പറ്റാറായി വരുന്നുണ്ട്. അത് തിളച്ച് ഈ മുകളിൽ ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ മുളക് പറ്റിയിരുന്നു. അപ്പം കുറച്ചുകൂടെ ആകുമ്പോൾ നമുക്ക് മീൻകറി റെഡിയാവും. അപ്പം ചീരത്തോരനെ നിങ്ങളാരെങ്കിലും അരിയിട്ട് കടുക് വറക്കുമോ? ഈ ഇലത്തോരനൊക്കെ വെക്കുമ്പോൾ ഞങ്ങളിട്ട് വറക്കും. പക്ഷേ ഇവിടെ ഇലത്തോരന് അരിയിട്ട് കടുക് വറക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ സ്വന്തമായിട്ട് വെക്കും. നമ്മുടെ വീട്ടിൽ വെക്കുമ്പോൾ അരി ഇട്ടാൽ ഞങ്ങൾ കടുക് വറക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അരി ഇടും, ഓർക്കാതെ ചിലപ്പോൾ അങ്ങ് എടുത്തിടും. അതിവിടെ ഇഷ്ടമല്ല. ഇവിടെ കടുക് മാത്രം ഇട്ട് വറക്കുന്നതാണ് ഇഷ്ടം. അപ്പം നമുക്ക് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇനി ഇലക്കി ഇടേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. തേങ്ങ ചതച്ച് വെച്ചത് കണ്ടോ. ഈ വെയിലടിക്കുമ്പോഴേ ഉറക്കം വരുത്തിട്ട് കേട്ടോ. എന്തോ ചെയ്യാനെന്ന് പറയാം, ചുമ്മാ നിന്നങ്ങ് കോട്ടുക കിട്ടുള്ളൂ. ഈ കാണുന്നവർക്കും അന്നേരം കോട്ടുക വരുമല്ലേ. ചിലവർ പറയുന്ന കേൾക്കാം, ചുമ്മാ ഇത് കോട്ടുക ഇടാതെ എണ്ണിച്ച് പൊടി എന്നൊക്കെ പറയും. അവരെയും കൂടെ ഉറക്കം വരുവാന്ന് പറയും. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞില്ലേ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അത് ഞങ്ങളുടെ അമ്പലത്തിലെ എഴുന്നള്ളത്തിൻ്റെ ആണേ. മുമ്പ് രാവിലെ ഞാനിട്ട വീഡിയോയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ, ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. കാര്യം അതിനകത്ത് എൻ്റെ മോനുണ്ട്. അവൻ എല്ലാ വർഷവും എഴുന്നള്ളത്ത് കയറും വരെ, കുറേ ദിവസം ഉണ്ടല്ലോ എഴുന്നള്ളത്ത് ഇറങ്ങി കയറുന്ന ദിവസം വരെ അവനാ കുടിയെടുക്കുന്നത്. രാത്രിയിൽ ഒരാൾ, പകലൊരാൾ, അങ്ങനെ മാറി മാറി എടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് വർഷം കൊണ്ട് എൻ്റെ മോന ഞങ്ങളുടെ അമ്പലത്തിലെ കൊടി എടുക്കുന്നത്. അപ്പോൾ കൊടി എടുക്കുന്ന ആളെ ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ മൂത്ത മോന. അത് ശരിക്കും പറയാനെ കൊണ്ട് ശരിക്കും കാണാൻ പറ്റത്തില്ല, നേരെ കാണാൻ പറ്റത്തില്ല. ഈ ജീവതയാണല്ലോ പ്രധാനപ്പെട്ടത്. ജീവത തന്നെയല്ല, കൊടിയും പ്രധാനപ്പെട്ടതാ. കൊടിയും അതിൻ്റെ പ്രധാനമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ
ജീവതയുടെ ബാക്കിലായിട്ട് കൊടിയെടുത്ത ഒരാളുണ്ട്. അത് എൻ്റെ മൂത്ത മോന. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിള്ളേരിട്ട് തന്നതായിരുന്നല്ലത്തിൻ്റെ വീഡിയോ. അപ്പോൾ അതെനിക്ക് തോന്നി നിങ്ങളെ കാണിക്കാമെന്ന്, അങ്ങനെ ഞാൻ ഇടുന്നതാണേ. അപ്പോൾ കാണണേ എല്ലാവരും. എൻ്റെ മോനാണ്, എൻ്റെ മൂത്ത പുത്രനാണ്. ഞാനിപ്പം കടു വറുത്ത അരപ്പിട്ടു. ഇനി നമുക്ക് ചീര എടുത്ത് ഇടാം. ഇപ്പോഴേ ഞാൻ നല്ല സൗണ്ടോടെ സംസാരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇപ്പം ഇവിടെ ആരുമില്ല കൂട്ടുകാരെ, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് സംസാരിക്കാം, ചമ്മലില്ലാതെ സംസാരിക്കാം. അതുകൊണ്ട് ഞാൻ ഈ കിടന്ന് ഒച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടോ. ആരും ഒന്നും വിചാരിക്കരുതേ. പിന്നെ എൻ്റെ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണം. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാണ്ടിരിക്കരുത്. 1,00,000 പേരിപ്പോൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ഇനി അങ്ങോട്ടും എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ കൂട്ടുകാരെ? പിന്നെ ഒരുപാട് പേര് ദേവൂസൊക്കെ എനിക്ക് കമൻറ്റ് ഇടുന്നുണ്ട്. എല്ലാ ദേവൂസിനോടും ഇപ്പോൾ പുതിയതായിട്ട് വേറെ അത് പേര് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ സുനിലാംബിക എന്ന് പറഞ്ഞ ആൾ, അങ്ങനെ കുറേ പേരുണ്ട്. കുറേ നല്ല നല്ല കമൻറ്റുകൾ ഇടുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. പിന്നെ ജയ ചേച്ചി, പിന്നെ ഈ പേരെല്ലാവരുടെയും ഒന്നും ഓർത്ത് കിട്ടത്തില്ല കേട്ടോ. പിന്നെ ദിലീപ് പറയേണ്ട ആവശ്യമില്ല, ദിലീപ് നമ്മുടെ ആൾ തന്നെയാണ്. പിന്നെ ദിലീപ് എല്ലാ വീഡിയോ എൻ്റെ കാണുന്നുണ്ട്, എനിക്ക് കമൻ്റ് ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ സുപ്രിയയ്ക്ക് എന്തോ പറ്റി? സുപ്രുവിന് എന്നാ പറ്റിയത്? സുപ്രു 2 ദിവസം കൊണ്ട് പിന്നെ വീഡിയോ നല്ല വലുതായിട്ടൊന്നും ഇടുന്നൊന്നുമില്ലല്ലോ. പിന്നെ ചിന്തിച്ചിരിക്കുന്ന വീഡിയോ ഒക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടേക്കുന്നത് ഞാൻ കണ്ടു. എന്ത് പറ്റി സുപ്രുവിന്? അപ്പോൾ സുപ്രുവിനും ഒക്കെ ഒരുപാട് സ്നേഹമുണ്ട്. സുപ്രു ആരെന്ത് പറഞ്ഞാലും സുപ്രു മൈൻഡ് ചെയ്യേണ്ട. സുപ്രു വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ, വീഡിയോ നിർത്തരുത് കേട്ടോ. എൻ്റെ അടുത്ത് ദിലീപും പറയുന്നത് ഇങ്ങനെയാണ്, ചേച്ചി ആ ബാഡ് കമൻറ്റ് ആരിട്ടാലും ചേച്ചി മൈൻഡ് ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട് ആരും കമൻറ്റ് ഇട്ടാലും നമ്മൾ മൈൻഡ്. ഇതിനിടയ്ക്ക് എനിക്കും ആരോ ബാഡ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ മൈൻഡ് ചെയ്തതേ ഇല്ല, നോക്കാനേ പോയില്ല എന്ന് പറഞ്ഞ് എൻ്റെ കൂട്ട് നമുക്കത് ശ്രദ്ധിക്കണ്ട, നമുക്ക് വീഡിയോ ഇടാം. അപ്പോൾ സുപ്രുവിൻ്റെ വിഷമം എന്തുവാ? സുപ്രു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് വിഷമമുണ്ട്. സുപ്രു നല്ല വീഡിയോ ഇട്ട് സുപ്രു ഇനി വരണേ സുപ്രു. പിന്നെ എന്നാ പറയാ, പിന്നെ എല്ലാവരോടും കുറേ പേരുണ്ട്, മുംബൈ ചാൻസ്, ഇവരെല്ലാം നല്ല കമൻ്റ് ഇടുന്നത്. പിന്നെ ആരാണോ, എല്ലാവരുടെയും പേര് എനിക്ക് ഇങ്ങോട്ട് നിൽക്കുന്നില്ല കേട്ടോ. പിന്നെ ഒരു ടീച്ചർ സരസ്വതി ചേച്ചി, ആ ചേച്ചിക്കൊക്കെ ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് സ്നേഹം. ഇപ്പം ആ ചേച്ചിയുടെ വീഡിയോ കാണുന്നില്ല, ഞാൻ നോക്കി. ഇപ്പം ആ ചേച്ചിയുടെ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നില്ല, എന്നെ പറ്റിയെന്തോ അറിയില്ല. പിന്നെ എല്ലാവരോടും എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. ഇപ്പം ഈ 1,00,000 പേര് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും എല്ലാവരും മുന്നോട്ട് സപ്പോർട്ട് ചെയ്ത് വരണേ, എങ്കിലേ നമുക്ക് വീഡിയോ ഇടാനൊരു ഉത്സാഹം വരത്തുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മുടെ ചീരത്തോടെ ഞാൻ ഇത് അടച്ചു വെക്കുന്നില്ല, ചീരയല്ലേ, അടച്ചു വെച്ചാൽ മൊത്തം ഒന്ന് അളിഞ്ഞ് കുഴഞ്ഞിരിക്കും. അതുകൊണ്ട് കണ്ട ഞാനിപ്പോൾ അടയ്ക്കാതല്ലേ ഇപ്പോൾ വേവിച്ചത്, കണ്ടോ, അടച്ചതേ ഇല്ല. ചീരത്തോരൻ കാണുമ്പോൾ സ്കൂളിലെ ഓർമ്മ വരുന്നില്ലേ, കണ്ടോ. ഇത് പക്ഷെ നല്ലതായിട്ട് ചുമന്നിട്ടില്ല ചീര, എന്നാലും ചുമന്ന ചീരയാണ്. ഇപ്പം ഇച്ചിരി അരപ്പിൻ്റെ കൂടെ ഇട്ടതേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. ഈ ഉപ്പ് മതി. സൂപ്പർ തോരനാണേ. അതുകൊണ്ട് ഈ പുറത്തെ വെട്ടം അടിക്കുന്നത് കൊണ്ടാണ് മൊബൈലിന് ആകം മങ്ങുന്ന കേട്ടോ.
മൊബൈലിൻ്റെ ഇന്ന് എൻ്റെ റീചാർജ് ഈ വീഡിയോ ഇടാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇന്ന് എൻ്റെ റീചാർജ് ചെയ്യേണ്ട ദിവസമാണ്, ഡേറ്റ് ഇന്നാണ്. വൈകുന്ന വരെ കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാർജ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വീഡിയോയും കാണണ്ട, യൂട്യൂബും കാണണ്ട. അപ്പം നമുക്ക് നമ്മുടെ മീൻകറിയുടെ ഉപ്പ് നോക്കാം. മീൻകറിക്ക് കൂട്ടുകാരെ ഞാൻ ഇച്ചിരി ഉപ്പേ ഇട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ വന്നു വന്ന് എൻ്റെ നാക്ക് ശരിയല്ല തോന്നുന്നു കേട്ടോ. ചൂട് മുളക് പൊടിക്ക് നല്ല എരിവുള്ളതാണ്. മുളക് പൊടിക്ക് മീൻകറിക്ക് എരിവുണ്ട്. പക്ഷെ ഈ മീൻകറി തണുക്കണം കേട്ടോ, എങ്കിലേ കൊള്ളത്തുള്ളൂ. ഇനി ആ സ്പൂൺ ഇടാൻ പറ്റത്തില്ല, കാര്യം ഞാൻ സ്പൂൺ കൊണ്ടല്ലേ കോരിയത്. നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, എന്നിട്ട് മീൻകറി ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ മീൻകറി റെഡിയായി കൂട്ടുകാരെ. കാണണോ? എന്ത് പെട്ടെന്നാണോ 11 മിനിറ്റ് ആയത് എൻ്റെ ഈശോയെ. കുഴപ്പമില്ല, ഞാൻ എൻ്റെ കുക്കിങ് കഴിഞ്ഞു. കാണാമോ മീൻകറി? കണ്ടോ ഓര് കണ്ടോ? അപ്പം ഇത് രണ്ടും ഇപ്പം ഫോണ് മീൻകറിക്കകത്ത് വീണേന്. അപ്പം ഇത് രണ്ടും ഓക്കെ ആയി. മീൻകറി റെഡി, നമ്മുടെ ചീരത്തോരൻ റെഡി. ഇനി ചോറും കൂടെ തിളപ്പിച്ച് ഊറ്റണം. ഓൾറെഡി അത് വെന്ത് കിടക്കുക, ഇനി ഒന്നും കൂടി തിളപ്പിച്ചിട്ട് ഊറ്റണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ള് വീഡിയോ കാണണം, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരുപാട് സ്നേഹവും നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരും വരേക്കും ബായ് പറയുവാണേ.